ഇന്ന് ദൈവത്തിന്റെ കൃപയാല് നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ചിന്ത, അതിനായിട്ട് അവിടുന്ന് എനിക്ക് കാണിച്ചു തന്ന വചനഭാവം, അതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ഒരല്പസമയം ശ്രദ്ധയോടുകൂടി ഈ വീഡിയോയ്ക്ക് മുമ്പിൽ ഇരുന്നാൽ കുറച്ച് വലിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇപ്പോൾ പകർന്നു തരും. ഇന്ന് ഒത്തിരി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എന്നെ വിളിക്കാറുണ്ട്. പലർക്കും പലവിധ പ്രശ്നങ്ങളാണ്. ചിലർക്ക് കുടുംബ പ്രശ്നം, ചിലർക്ക് സാമ്പത്തിക പ്രശ്നം, ചിലർക്ക് രോഗങ്ങൾ, ചിലർക്ക് കടബാധ്യതകൾ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. വിളിക്കുന്നവരിൽ കൂടുതലും ക്രിസ്ത്യൻസ് ആണ്. അതായത് യേശുവിൽ വിശ്വസിക്കുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും സന്ധ്യാപ്രാർത്ഥന നടത്തുകയും ധ്യാനങ്ങൾ കൂടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ, അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം, അത് എത്രത്തോളം ആത്മാർത്ഥമാണ്, എത്രത്തോളം സത്യസന്ധമാണ്, നമ്മുടെ ജീവിതം തമ്പുരാന്റെ മുമ്പിൽ എത്രത്തോളം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വിലയിരുത്തി ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട്, നമ്മുടെ ഒരു പ്രശ്നം ഷെയർ ചെയ്യാനായിട്ട് മറ്റൊരാളെ സമീപിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈശോ തന്റെ പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും ഒരു കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രം അല്ല ഈ ലോകത്തിലേക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈശോ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭ്യമാകത്തക്ക വിധത്തിലാണ് പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായിട്ട് അവിടുന്ന് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്, ഈ ലോകത്തിന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരവസ്ഥ പലർക്കും വരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശുദ്ധാത്മാവിലാണ് വസിക്കുന്നതെങ്കിൽ, ഈശോയോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ, പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന, നമ്മളെ അലട്ടുന്ന നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട്, അതിനൊരു വഴി തുറന്ന് കിട്ടാനായിട്ട് നമുക്ക് യേശുവിന്റെ സന്നിധിയിൽ മാർഗമുണ്ട്.